നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, യേശയ്യാവിൻ മൊഴി ഭൂമിയിൽ മാറിപ്പൂവായി. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, കന്യാവന ശാഖയിൽ കാലമൊരുണ്ണിപ്പൂവായി. മന്നാകയും കാക്കുവാൻ ഓമന പൈതൽ വന്നേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകൾ പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. നസറേത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോണിൻ നാഥനു പാതയായി മാറുന്നോളേ. വെൺമാലാഖ നിൻ നാമം വാഴ്ത്തി, പുൽക്കൂട്ടിലെ താരക കണ്ണിലെ വാത്സല്യമേ. ഉൾത്താരിലെ നോവല നീക്കിടും കാരുണ്യമേ. മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകൾ പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. യെരൂശലേം നടയിൽ തോമയിൽ പൂവിടും മാതൻ ഉമ്മപ്പൂവേ. പരിമളം സകല മാനവ മാനസമാകെയും പൂവുന്നോളേ. കന്യേ മാതേ പാരിതിൻ പെറ്റമ്മ കണ്ണേയോ, വീടാ നൊമ്പരം താണ്ടുന്നോളേ മറിയേ. ഓർത്തേ നിൻ പുകൾ പാടുന്നേ ഞങ്ങളോ, ഓരോ വാഴ്വിനും വേരായോളേ മറിയേ. It's living every moment like it could be our last. For our hearts are restless till they rest in love's caress. And the moments we remember, they interweave our hearts like a tapestry surrounding us that we forget to touch. It's why we wake up every morning. It's why we seek each other's smile. It's why we know that it's all worth it. It's why we hold on, we make the sacrifice. It's in the eyes of a child as you hold her in your arms, and your heart starts to beat once again, and your world is reborn in the
hope of the poor man as he struggles to make ends meet. It's in the laughter of his children as they play in the street. Don't need $1,000,000 to raise a happy child. Just need a pair of loving arms, the time to make her smile. That's why we wake up every morning. That's why we seek each other's smile. That's why we know that it's so worth it. That's why we hold on, we make the sacrifice. It's in the tears of a friend as you finally make amends, and your soul starts to breathe once again. മിന്നി മിന്നി കണ്ണു ചിമ്മി നിന്നെ നോക്കി പാവ പോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്നു മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പൂ പൂന്തെന്നൽ പോലെൻ കിളിവാതിലിൻ വഴി നീക്കി നീ വരൂ. പിതാവായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു. പുത്രനായ യേശുവേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ യേശുവേ സ്തുതിക്കുന്നു. ത്രിയേക ദൈവമായ യേശുവേ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമല സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആത്മാവിന്റെ മറിയമേ, സ്തുതി. കർത്താവ് മേലുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗീയ മധ്യസ്ഥനായ വിഷയപ്പെട്ട പുണ്യപിതാവിന്റെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമന സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ സ്തുതി. മാതാവേ, എന്റെ സങ്കേതമായ സഹായം വീഴ്ചപ്പെട്ടു. നീ ലോകത്ത് കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണേ. കന്യയുടെ രാജ്ഞിയായ കന്യകെ, ദൈവ മാതാവേ, ഇവനുള്ള ശരണത്താൽ ഒറ്റപ്പെട്ടതിന്റെ സ്വഭാവത്തിനായിരുന്നു. ഞെടിവേർപ്പെട്ട് കണ്ണുനീർ ചൊല്ലി പാപിയായ എന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് എന്റെ സന്നിധി നോക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, ഞങ്ങളുടെ അപേക്ഷയെ ഉപേക്ഷിക്കില്ലേ. ദൈവം വിശ്വതന്ത്രാനെ അങ്ങേ സ്വീകരിക്കാനിരിക്കുന്ന ഈ മകളെ അങ്ങേ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാത്തിലും നല്ല അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ താഴ്മയായി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ വിശാല ദൈവത്തിന് സ്തുതി. ഭാഗ്യപ്പെട്ട മധ്യസ്ഥനും പരിശുദ്ധ സമാധാനം സ്തുതി. സ്വർഗീയ മധ്യസ്ഥനായ യോമ്പട്ട പുണ്യപിതാവിന്റെയും എല്ലാവർക്കും വിശ്വസിച്ചു. എല്ലാവർക്കും വിശ്വാസം.
ഇതാ അരമഴതൻ സമയം പാടാൻ വൃന്ദത്തോടൊപ്പം യാഗത്തിൻ മെഴുതിരിയായി വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ വീണ്ടെടുക്കുവാൻ നമ്മെ സ്വന്തമാക്കുവാൻ വീണ്ടും ബലിവസ്തുവാകുന്നു ദൈവം ഇതാ ദൈവത്തിൻ ഭവനം നമ്മെ കാത്തിരിക്കുന്നൊരു ദൈവം ഇതാ പരമഴതൻ സമയം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇവിടെയെല്ലാം യോഗങ്ങളും സമർപ്പിച്ച ഈ നവീനം പരിശുദ്ധ ബലിയിലും നമുക്ക് ആയിരിക്കാം. ഏറെ പ്രത്യേകമായി ഇന്നത്തെ നവീന നേർച്ചയായി നടത്തുന്നത് യോസേഫ് അലോഷ്യസും കുടുംബവുമാണ്. ഈ കുടുംബത്തിന് വിശുദ്ധന്റെ മാനസികത ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും വിശുദ്ധന്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അപേക്ഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി കാലവേദനയുള്ള ഒരുമകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിദേശത്തും സ്വദേശത്തും തൊഴിലില്ലാതെ നിൽക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം.
കടഭാരത്താലും ജപ്തിയുടെയും ഒക്കെ വക്കിലൊക്കെ ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും, അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കാം. നമ്മുടെ മത്സ്യബന്ധന മേഖലയെയും നമ്മുടെ എല്ലാവരുടെയും തൊഴിൽ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കടം കൊടുത്തവർക്ക് കടം മേടിച്ചവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോൺ ബ്രിട്ടോ എന്ന മകന് ജോലി സ്ഥിരമായി ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. വർഷങ്ങളായി വളരെ കുരുക്കിൽ കിടന്ന ഒരു പ്രതിസന്ധി മാറിയത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കുടുംബത്തെയും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവേറാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും പരമപരിശുദ്ധമായ ഈ അൾത്താരിൽ സമർപ്പിച്ച് വിശുദ്ധത്തെ വാങ്ങി സംയോജിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായി ദിവ്യകാരുണ്യ ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന ആരാധ്യ അഗസ്റ്റിൻ എന്ന ഈ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യം, ഈശോയാകുന്ന ചൈതന്യം, ഈശോയാകുന്ന നിറവ് ജീവിതകാലം മുഴുവനും ആ മകളെ ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും അവിടുത്തെ കൃപയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ ഇഷ്ടങ്ങളും പ്രാർത്ഥനകളും ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലി ഏറ്റവും യോഗ്യതയോടുകൂടി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും പരിശുദ്ധമറിയത്തോടും എല്ലാ മാതാപിതാക്കളോടും ശിശുക്കളോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ഭാരതമണ്ണിൽ യേശുനാഥന് വേണ്ടി രക്തം ചിന്തിയ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ചിന്തിയ രക്തം വഴി യേശുനാഥനെ അനുകരിക്കുന്നതിന് മഹത്വപ്പെടുത്തുന്നതിന് സാധിച്ചുവല്ലോ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിലെ അജ്ഞാനികൾക്കും അവിശ്വാസികൾക്കും യേശുനാമം വെളിപ്പെടുത്തി കൊടുത്തത് വിശുദ്ധ ജോൺ ബ്രിട്ടോയെ ലൗകിക സുഖഭോഗങ്ങളെ അതിജീവിക്കുവാൻ അങ്ങ് കാട്ടിയ മാതൃകയും പ്രേക്ഷിത തീഷ്ണതയും ഞങ്ങൾക്ക് പ്രചോദനമേകട്ടെ. വിശുദ്ധ ജോൺ ബ്രിട്ടോയെ അങ്ങയുടെ ചുടുനിടത്താൽ ഓരിയൂർ ഗ്രാമത്തെ അങ്ങ് ധന്യമാക്കിയല്ലോ. അങ്ങയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഇടവകയെ സംരക്ഷിക്കുന്നതിന് അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, വർണ്ണനാതീതമായ ക്ഷമയാലും സഹനത്താലും അങ്ങേ പിന്തുടരുവാൻ വിശുദ്ധ ജോൺ ബ്രിട്ടോയ്ക്ക് വരമരുളിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും
പീഡകളും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ കൃപ നൽകണമേ. യേശുനാഥ, രക്തം ചൊരിഞ്ഞുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ ജോൺ ബ്രിഡോ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരണം. ഒരു നിമിഷമായി നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും വിശുദ്ധ മാധ്യസ്ഥം വഴിയായി ദൈവകരങ്ങളിലേക്ക്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ യാചന അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവേ, വിശുദ്ധ ജോൺ ബ്രിഡോയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ യാചന കേൾക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസം നൽകണമേ. സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കണമേ. പ്രശ്നങ്ങളിൽ പരിഹാരം നൽകണമേ. രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ. നിരാശകളിൽ പ്രത്യാശ നൽകണമേ. പാപങ്ങളിൽ നിന്ന് മോചനം നൽകണമേ. എന്നും എപ്പോഴും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വാഴണമേ. ഞങ്ങളുടെ നാടിനെ സമുദ്ധരിക്കണമേ, സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ജോൺ ബ്രിഡോയെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കാം. വിശുദ്ധ ജോൺ ബ്രിഡോയുടെ ഹൃദയം അങ്ങയോടും അങ്ങേ ജനത്തോടുമുള്ള സ്നേഹത്താൽ അങ്ങ് നിരന്തരം പരിപോഷിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്താലും മധ്യസ്ഥതാലും ശക്തി പ്രാപിച്ച് സുവിശേഷത്തിൽ ആനന്ദിക്കാനും എല്ലാവരോടും ധീരതയോടെ അത് പ്രഘോഷിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വർഷം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണത്തോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധീന ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും, എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുകയും, അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ ബലിയും വിശ്വാസത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെയും മേൽ ഒരു നൈവേദ്യമായി എൻ്റെ ജീവൻ ചൊരിയേണ്ടി വന്നാൽ തന്നെ ഞാൻ അതിൽ സന്തോഷിക്കുകയും നിങ്ങളെല്ലാവരോടും കൂടെ ആനന്ദിക്കുകയും ചെയ്യും. ഇപ്രകാരം തന്നെ നിങ്ങളും എന്നോട് കൂടെ സന്തോഷിക്കുകയും എൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യുകയും. കർത്താവിൻ്റെ വചനം. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ.
കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുകയും ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുകയും കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും ഉപേക്ഷിക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കുവാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിൻ്റെ ചെലവാദ്യമേ തന്നെ കണക്ക് കൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷേ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവരെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യുമാറാകട്ടെ. ചില വിട്ടുകൊടുക്കലിന്റെയും ചിലതൊക്കെ നേടിയെടുക്കേണ്ടതിന്റെയും ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ചിലതൊക്കെ ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവ സ്നേഹത്തിനെതിരായി, ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായൊക്കെ നമ്മളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്ന കുറേയേറെ ഘടകങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രൈസ്തവൻ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ കഴിയും. എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്? സുവിശേഷത്തിലെ സഹോദരങ്ങളും മാതാപിതാക്കളും മക്കളും എന്നൊക്കെ ഈശ്വരനാഥൻ പറയുന്നത് അത് ആശ്രയമായി കരുതിയിരുന്ന കുറെ കാര്യങ്ങൾ, തങ്ങളെ തങ്ങളാക്കുന്ന ഒരാളെ അവരായി ജീവിക്കാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളായിട്ട് ഈശോ അവരെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളല്ലാതാക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മുടെ അഹംഭാവമായിരിക്കാം, നമ്മുടെ വിദ്വേഷമായിരിക്കാം, നമ്മുടെ വെറുപ്പായിരിക്കാം, അവഗണനയായിരിക്കാം, നിസ്സംഗതയായിരിക്കാം, നമ്മളെ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ അല്ലാതാക്കി തീർക്കുന്ന കാര്യം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ, അതായത് ഈശോയുടെ ഹൃദയത്തിനടുത്ത ഒരു ശിഷ്യനായിരിക്കാൻ, ഒരു ശിഷ്യനായിരിക്കാൻ കഴിയും. അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങളൊക്കെ വെട്ടിയൊരുക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം പരിപോഷിക്കപ്പെടുന്നത്. അതായത് ഈശോയുടെ സ്നേഹത്തിനടുത്തതായി മാറ്റപ്പെടുക. രണ്ടാമതായി സുവിശേഷത്തിൽ ഒരു കഥയും, ഒരു യജമാനൻ ഒരു അത്തിവൃക്ഷം മേടിച്ചു തന്റെ പറമ്പിൽ നട്ടു. വർഷങ്ങൾ കാത്തിരുന്നു, അതിൽ ഫലമൊന്നും കണ്ടില്ല. തന്റെ വേലക്കാരനെ വിളിച്ച് യജമാനൻ പറഞ്ഞു, അത് വെട്ടിക്കളയുക, വെറുതെ എന്തിനാണ് അതിങ്ങനെ നിലം പാഴാക്കാനായിട്ട് ഫലശൂന്യമായി ഫലരഹിതമായി ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്? അപ്പോൾ ആ ഭൃത്യൻ പറയും, ഞാൻ അതിൻ്റെ ചുവട് കിളയ്ക്കാം,
അതിന് വളമിടാം, കൃത്യമായി വെള്ളമൊഴിക്കാം. ഒരു വർഷം കൂടി അതവിടെ നിൽക്കട്ടെ, മേലിൽ അത് ഫലം നൽകും. നമ്മുടെ ഈ ജീവിതത്തിൽ മേലിൽ ഫലം നൽകുവാനായിട്ട് ചുവട് വിളയ്ക്കുകയും വളമിടുകയും സ്ഥിരമായി വെള്ളമൊഴിക്കുകയും വേണം. അതായത് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ സ്നേഹത്തിൻ്റെ തലം, നമ്മുടെ മാനുഷിക ദൈവവുമായുള്ള തലങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ പരിപോഷിക്കപ്പെടണമെങ്കിൽ, സ്നേഹബന്ധങ്ങളൊക്കെ ദൃഢീകരിക്കപ്പെടണമെങ്കിൽ, ദൈവസ്നേഹം പ്രോജ്വലിപ്പിച്ച് ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചിലതൊക്കെ കിളച്ച് മറിച്ച് ആ ജീവിതത്തിന് വേണ്ടി അതിൻ്റെ വീക്ഷിച്ചുകൊണ്ട് ജീവിതത്തോട് കൂട്ടിച്ചേർക്കേണ്ടവ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു യഥാർത്ഥ ക്രൈസ്തവനായി, യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി ജീവിക്കുവാൻ നമ്മളെ ഒരുക്കണമെന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവിധ ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹനിധിയായ പിതാവേ, ഞങ്ങളെ മനസ്സിലാക്കുന്നതിനും ഞങ്ങളുമായി ഒന്നായി തീരുന്നതിനും വേണ്ടി അങ്ങയുടെ ദുഃഖത്തെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ അപേക്ഷകൾ ഈ പുത്രനെ അനുകരിച്ച വിശുദ്ധ ജോൺവിട്ട വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ അപേക്ഷകളും സ്വീകരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനും പിതാമാർക്കും വൈദികർക്കും സന്യസ്തർക്കും ജനങ്ങൾക്കും എല്ലാവിധ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണ്യവാനായ ദൈവമേ, ഞാൻ പ്രാർത്ഥനയിലും സംബന്ധിക്കുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ കരുത്തും ആദർശബോധവും പോരാട്ടങ്ങളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടാതെ സംരക്ഷിക്കുവാനും സമൂഹത്തിന് നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും തങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനുള്ള അനുഗ്രഹം എല്ലാ യുവജനങ്ങൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ സമർപ്പിക്കുന്നു സാദരത്തെ മുൻപിരിക്കുന്നു, ഉള്ളതും പങ്കുവച്ച് സർവസമർപ്പണം ചെയ്തിരിക്കൂ. ഉള്ളതും പങ്കുവച്ച് സർവസമർപ്പണം ചെയ്തിരിക്കൂ. അർപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു സാദരത്തെ മുൻപിരിക്കുന്നു. കണ്ണുകളും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ അനുഗ്രഹത്താൽ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾ സമർപ്പിച്ച കാണിക്കകൾ വിശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയിലാണല്ലോ വിശുദ്ധ ജോൺവിട്ട എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിച്ചത്. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ.
കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങേ നന്ദി ചൊല്ലാം. ആയതുയുക്തവും രക്ഷയുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ, യേശുവേ പോലവേ ചെന്നിടം ചിന്തിനിൻ ദിവ്യമഹത്വം വെളിപ്പെടുത്താം. വരം നിൻവേദ സാക്ഷികൾ എന്നുമേ ഞങ്ങൾ തൻ സ്വർഗദാത. ദുർബലരാകുമേ ഞങ്ങളെ കാവലൻ, കർമ്മബലത്താൽ ബലിഷ്ഠരാക്കി സാക്ഷ്യം വഹിക്കുവാൻ ബുദ്ധിയും ശക്തിയും പ്രാപ്തിയുമേകാൻ കനിഞ്ഞിടണേ. ആകയാലാമോദമായി പോഴെ വാഴുവാൻ സ്വർഗീയ നായകൻ മാലാഖമാർ ദിവ്യപ്രതാപമാരംഗീക്കും നിത്യവും മംഗളം പാടി നമിച്ചിടുന്നു. ആദ്യകാലത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങളും കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ.
നമ്മൾ അർപ്പിച്ച ഈ അപ്പവും യേശുവിന്റെ ശരീരവും രക്തവുമായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാകുന്നതിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും പാടെ വീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹവും ഫലവും പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തെ നന്മകളും കൃപകളും കൊണ്ട് വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനമായ നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളികളെ, മക്കളെ, സ്വന്തമായി ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരെ സകലരെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ കുറവുകളെയും സമർപ്പിക്കാം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പോരായ്മകളെയും ഈ അപ്പത്തോടും വീഞ്ഞോടും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, ഈ അപ്പവും വീഞ്ഞും അങ്ങേ തിരുശരീരവും തിരുരക്തവുമായി രൂപപ്പെടുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതങ്ങളിൽ സമസ്ത മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ അപ്പവും വീഞ്ഞും യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി വാഴ്ത്തി പ്രാർത്ഥിക്കാം. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. മഞ്ഞുകണം പോലെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും
നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും ഒന്നായി ചേർക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന ഈ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയോടുമൊത്ത നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായി ദൈവോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിടുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്ക് നൽകുമാറായിടേണം.
മാന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിരയും. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായി ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായതാശ എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇടയും അങ്ങേ സഭയുടെ വിശ്വാസം തിരുക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമേ. കർത്താവായ യേശുക്രിസ്തുവേ, സജീവനായ ദൈവത്തിന്റെ പുത്ര, പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ സഹകരണത്തോടെ അങ്ങേ മരണത്താൽ ലോകത്തെ ജീവിപ്പിച്ചുവല്ലോ. അങ്ങേ പരിശുദ്ധമായ ഈ ശരീരവും രക്തവും വഴി എന്റെ എല്ലാ പാപങ്ങളിലും സകല തിന്മകളിൽ നിന്ന് മോചിപ്പിക്കണം. അങ്ങേ കൽപ്പനകളോട് എപ്പോഴും ചേർത്ത് നിർത്താതെ വരുത്തുകയും അങ്ങിൽ നിന്ന് വേർപെടാതിരിക്കണം അനുവദിക്കാതിരിക്കുകയും ചെയ്യും. ദൈവത്തിൻ കുഞ്ഞാടിനാ ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമം ഈ വിരുന്നിൽ പങ്കുചേരുന്നവൻ ഭാഗ്യവാന്മാർ. ഭവനത്തിൽ വരുവാൻ യോഗ്യതയെനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്ത അതുമാത്രം മതി എന്റെ ആത്മാവ് സുഖം നേടുവാൻ. ജീവിതത്തിനായി സന്തോഷം. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ ഒരുങ്ങി വരുന്നിതാ. ഈശോയേ, അങ്ങേ കൈക്കൊള്ളുവാൻ
ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അതിനാഥനേ ബലവാനേ പരിശുദ്ധനേ അമർത്യനേ അതിനാഥനേ ആത്മാവിൽ എന്നെ രക്ഷിച്ചരുളണമേ യേശുവിൻ തിരുനീളമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ യേശുവിൻ ഹൃദയതടകലമേ എന്നെ നിത്യം കഴുകണമേ യേശുവിൻ പീഡകളെ എന്നെ സുധീരനാക്കണമേ നന്മ നിറകൊടമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, സ്വർഗീയ വിരുന്നാൾ പരിപോഷിതരായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മാതൃകയാ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ വളരുകയും സ്വർഗീയ മഹത്വം എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ.
മോനെ ആ ലൈറ്റിങ് Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days before I met you. Then I let you walk into my heart. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. I was afraid that maybe you thought you were above me, that I was only fooling myself to think you'd love me. But then tonight you said you couldn't live without me. The roundabout me, you wanted to stay. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Congratulations and celebrations. I want the world to know I'm happy as can be. I want the world to know I'm happy as can be. Lord, I come, I confess, bowing here, I find my rest. Without you, I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every year I need you. My one defense, my righteousness. Oh God, how I need you. Sin runs deep. Your grace is more, but grace is found is where you are, where you are. Lord, I am free. Holiness is Christ in me. Lord, I need you. Oh, I need you. Every year I need you. My one defense, my righteousness. Oh God, how I need you. So teach my soul to rise to you. When temptations comes my way, when I cannot stand, I'll fall on you. Jesus, you're my hope and stay. Lord, I need you. Oh,
sky, 'cause you're a sky full of stars. I'm gonna give you my heart, 'cause you're a sky, 'cause you're a sky full of stars. 'Cause you light up the path. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I saw you. Cause you're a sky full of stars. I wanna die in your arms. Cause you get lighter the more it gets dark. I'm gonna give you my heart. I don't care, go on and tear me apart. I don't care if you do. Cause in the sky full of stars, I think I see you. I think I see I'm trying to be honest with my happiness. Don't know why I'm bad at this. And I don't wanna sit in on my side.